ഇന്നും എനിക്ക് പർപ്പിളിൽ നിന്നൊരു ഓർഡർ വന്നിട്ടുണ്ട്. നമുക്കത് അൺബോക്സ് ചെയ്ത് നോക്കാം. എഗെയിൻ ഞാനൊരു ഫേസ് സ്കാനറയുടെ ലിപ്സ്റ്റിക് തന്നെ ഓർഡർ ചെയ്തിട്ടോ. അതിനൊരു വലിയ കഥ പറയാനുണ്ട്. അതായത് നമ്മൾ അനിയത്തിമാർ വീട്ടിൽ വരുമ്പോൾ അവർക്ക് ഇല്ലാത്ത സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ കൈ നിറയെ കൊടുത്ത് വീട്ടിലേക്ക് വിടില്ലേ, അതുപോലെയാണ്. എനിക്ക് എൻ്റെ സിസ്റ്റർ ഉണ്ട്. ഞാൻ പോയപ്പോൾ അവൾ ലിപ്സ്റ്റിക്ക് അവളുടെ എല്ലാ ഷെയ്ഡും തീർന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കിടില ഷെയ്ഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ അതൊക്കെ കൊടുത്തിട്ട് പുതിയൊരെണ്ണം ഞാൻ ബ്രൈഡ്സിന് വേണ്ടി ഓർഡർ ചെയ്തു. എനിക്ക് പേഴ്സണലി എൻ്റെ ഫേവറേറ്റ് ആണ്. ബ്രൈഡ്സിനും ഞാൻ എന്ത് ചെയ്തു, ഒരെണ്ണം ഓർഡർ ചെയ്തു. കാരണം ഈ ആഴ്ച എനിക്ക് 2 വർക്കുണ്ട്. അത് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും ഞാൻ ആരാ? യെസ്, ഐ എം മേക്കപ്പ് ആർട്ടിസ്റ്റ് മാളു KS. ഈ ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന സൺസ്ക്രീനാണ്. എന്തുകൊണ്ട് ഞാനിത് മേടിച്ചെന്ന് വെച്ചാൽ, ഞാൻ ഇതുവരെയും സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ഒരാളല്ല. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് പോലും ഞാൻ സ്കിൻ കെയറിംഗിൽ ഭയങ്കര മടിച്ചിയാണ്. സോ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഗൈസ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഈ ഡീകൺസ്ട്രക്ഷൻ്റെ ബ്രൈറ്റനിങ് സൺസ്ക്രീൻ ആണ്. നമുക്കിതൊന്ന് ഉപയോഗിച്ച് നോക്കാം. ഓക്കെ, ഇത് ഭയങ്കര വൈറലായിട്ടുള്ള ഒരെണ്ണമാണ്. ഞാൻ വളരെ ഡീപ്പായിട്ട് ഒരു ഒബ്സർവേഷൻസ് ചെയ്ത് റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് മാത്രമേ സാധനം മേടിക്കാറുള്ളൂ. കാരണം നമ്മൾക്ക് വാങ്ങിച്ച് ഉപയോഗിച്ച് ഒരു പരീക്ഷണം നടത്താനുള്ള ഒരു ബഡ്ജറ്റ് ചില സമയത്ത് നമ്മുടെ ലൈഫിൽ കാണില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് വാങ്ങിക്കുന്നത് ഭയങ്കര വർത്തിയായിട്ട്, ഇൻ കേസ് എനിക്കത് യൂസ് ആയില്ലെങ്കിൽ എൻ്റെ സിമിലർ എൻ്റെ ഫ്രണ്ട്സിനെങ്കിലും യൂസ് ആവുന്ന രീതിയിൽ ഞാൻ എടുക്കാറുള്ളൂ. ഈ സൺസ്ക്രീനിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡ്രൈ ടു നോർമൽ സ്കിന്നുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഭയങ്കര ഫ്ലൂയിഡ് ടൈപ്പാണ്. എന്തെങ്കിലും സ്മെല്ല് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഇതിൽ പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല കേട്ടോ. എന്നാലും നിങ്ങൾക്ക് ട്രൈ ചെയ്യുന്നതാണ്. ബൈ ബൈ.